ഇന്നത്തെ ഒരു ലഞ്ച് പ്രിപ്പറേഷൻ നോക്കിയാലോ. ഞാൻ ഈ മഞ്ഞ കളറിൽ കാര്യമായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് ഉച്ചക്കലത്തേക്കുള്ള മോരുകറിയാണ്. അങ്ങനെ മോരുകറിയൊക്കെ സെറ്റാക്കി അത് താളിച്ച് ഞാൻ മൂടി മാറ്റി വയ്ക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഞാൻ മിക്സിക്ക് വേറെ ജാറൊന്നും ഇല്ലാത്ത മാതിരി ഏറ്റവും ചെറിയ ജാറ് തപ്പിക്കൊണ്ട് വന്ന് അതിലേക്ക് സാധനങ്ങൾ കുത്തിത്തിരുകിക്കൊണ്ടിരിക്കുന്നത് മീൻകറി വെക്കാൻ വേണ്ടിയിട്ടുള്ള അരപ്പ് തയ്യാറാക്കാനാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് കുടുത മീനാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അത് മുളകിട്ട് കറി വെക്കാൻ പോവാണ്. പിന്നല്ലേ, ഞാൻ എപ്പോഴും മഞ്ഞൾപ്പൊടി അരപ്പിൻ്റെ കൂടെ ഇടാറില്ല, സെപ്പറേറ്റ് ആയിട്ടാണ് ഇടാറ്. മിക്സിയുടെ ആ ഒരു മൂടിയുമേ കളറ് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യാറ്. അപ്പം നമ്മൾ കറിയൊക്കെ സെറ്റാക്കിയിട്ട് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ഞാൻ ലെക്സിപ്പെണ്ണിനുള്ള തീറ്റ റെഡിയാക്കുകയാണ്. നമ്മുടെ പേർഷ്യൻ ക്യാറ്റാണ് ലെക്സിപ്പെണ്ണ്. അങ്ങനെ അത് സെറ്റാക്കി. പിന്നെ ഞാൻ മീനിൽ നിന്ന് ഒരു 4 പീസ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കായം പറ്റിയെടുക്കുകയാണ്. സിമ്പിൾ മാരിനേഷനാണ്. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഉപ്പ്, അത്രയേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ ഒന്ന് പരട്ടി ആ പാത്രത്തിൽ തന്നെ മൂടി വയ്ക്കുകയാണ്. ഇനി അത് ഫുഡ് കഴിക്കുന്ന നേരത്ത് മാത്രമേ പൊരിച്ചെടുക്കുള്ളൂ കേട്ടോ. അങ്ങനെ അത് സെറ്റാക്കി മാറ്റി വയ്ക്കുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ കറിയൊക്കെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മീൻ ഇട്ട് കൊടുക്കാം. അങ്ങനെ മീനിൻ്റെ തലയും ബാക്കി കഷ്ണങ്ങളൊക്കെ കറിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇവിടെ ഈ തല കറി, മുളക് കറി വെക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ മാത്രം ഇവിടെ കുടുത കഴിക്കാറില്ല, ബാക്കി എല്ലാവരും കഴിക്കും. അങ്ങനെ കറി അവിടെ സെറ്റാവാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് വെറുതെ തോന്നി ഒരു ഉപ്പേരിയും കൂടി ആവാമല്ലോ എന്ന്. അങ്ങനെ ഫ്രിഡ്ജിൽ നിന്ന് ഒരു ക്യാബേജ് എടുത്തിട്ട് അത് അരിഞ്ഞ് അതിലേക്കുള്ള സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് അങ്ങനെ ക്യാബേജ് ഉപ്പേരിയും റെഡിയാക്കാനായിട്ട് വെച്ചു. അപ്പോഴേക്കും സമയം 10:20 അപ്പോൾ നമ്മുടെ കറിയുടെ പണിയൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ മീൻകറി റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മുടെ കുടുത മുളകിട്ടതാണ്. പിന്നെ ഇപ്പുറത്തെ സ്റ്റൗവിൽ നമ്മൾ ക്യാബേജ് ഉപ്പേരി റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ആദ്യം വെച്ച മോര് കറിയും റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ആകെ ഈ ഒരു പണി മാത്രമേ ബാക്കിയുള്ളൂ, മീൻ പൊരിക്കാൻ. അത് പിന്നെ നമ്മൾ ഫുഡ് കഴിക്കുന്ന നേരത്തേന് പൊരിക്കുള്ളൂ. പിന്നെ കുറേ പാത്രങ്ങൾ പരന്നെടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് പെട്ടെന്ന് സെറ്റാക്കി എടുക്കാം. പിന്നെ നല്ല ചൂടായതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഏകദേശം ഒരു 10:30, മാക്സിമം 10:30 അതിനുള്ളിലായിട്ട് പണി തീർത്ത് അടുക്കളയിൽ നിന്ന് എങ്ങനെയെങ്കിലും പമ്പ അടക്കും കേട്ടോ. കാരണം ചൂട്ടത്ത് ഇതിൻ്റെ അകത്ത് നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എളുപ്പമുള്ള പണിയല്ല. അപ്പോൾ ഞാൻ എത്രയും പെട്ടെന്ന് പണി തീർക്കുക, ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പോവുക എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് നേരത്തെ പണി തുടങ്ങുന്നത്. അങ്ങനെ കിച്ചണൊക്കെ ക്ലീൻ ചെയ്ത് കിച്ചണിലത്തെ പണിയൊക്കെ കഴിഞ്ഞു. ഇനി ഇതൊക്കെ കഴിയണ സമയത്ത് എന്നെ ഒരാളിവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടാവും ഫുഡിന് വേണ്ടിയിട്ട്. ഇതാണ് നമ്മുടെ ലെക്സിക്കുട്ടൻ. അപ്പോൾ അവന് ഫുഡ് കൊടുത്ത് അവനെ കുറച്ച് നേരമൊക്കെ കളിപ്പിച്ചിരുന്ന് പിന്നെ ഫോണിൽ തോണ്ടിക്കൊണ്ടിരിക്കലാണ് ഇനി പണി.